NCPയിൽ മന്ത്രിസ്ഥാനം വച്ചുമാറുന്നു. തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നു. AK ശശീന്ദ്രൻ അപ്പോൾ പാർട്ടി പദവി കൊടുക്കുമോ എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ അവിടെയാണ് ഇനി നടക്കേണ്ടത്. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ആർ ശ്രീജിത്ത്, എന്താണ് AK ശശീന്ദ്രന്റെ മുന്നിൽ വെക്കുന്ന ഉപാധി എന്നുള്ളതും പ്രധാനപ്പെട്ടതല്ലേ? AK ശശീന്ദ്രനെ മെരുക്കാതെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PSC കോഴയടക്കം PC ചാക്കോയ്ക്ക് വെല്ലുവിളിയാകുന്ന മറ്റു പല വിഷയങ്ങളും മറ്റു പല വെളിപ്പെടുത്തലുകളും ഒക്കെ പുറത്തു നിൽക്കുന്നുണ്ടല്ലോ. ഒരു മാസം മുൻപ് മാത്രമാണ് ഈ വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നത്. നേരത്തെ ഉയർന്നു വന്ന പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ AK ശശീന്ദ്രന് മേൽ ഉണ്ടായിരുന്നെങ്കിലും അടുത്ത കാലത്തായി അദ്ദേഹത്തിന് ഈ ചുമതലകൾ നിർവഹിക്കാൻ ആരോഗ്യ പ്രശ്നങ്ങൾ തടസ്സമാകുന്നു എന്നൊരു കാരണമാണ് NCPയിലെ അദ്ദേഹത്തിൻ്റെ വിമർശകർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഈ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ഭൂമിയിലടക്കം അദ്ദേഹം സജീവമായി അത്തരം രക്ഷാപ്രവർത്തനത്തിലടക്കം നേതൃത്വം കൊടുത്തു. അതിന് നേതൃപരമായ പങ്കുവഹിച്ചു. മന്ത്രിസഭ ഉപസമിതിയുടെ ഭാഗമായിരുന്നു. അത്തരം ചുമതലകളെല്ലാം നിറവേറ്റി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളെക്കാൾ അല്ലെങ്കിൽ മറ്റ് വിമർശനങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയി NCP നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് 2.5 വർഷക്കാലം വീതം മന്ത്രിസ്ഥാനം വീതം വെക്കാം ഒരു ധാരണ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെ ഒരു വീതം വെപ്പിൻ്റെ പ്രശ്നത്തിലാണ് ഒരു തർക്കം ഉടലെടുത്തത്. ആ 2.5 വർഷം അങ്ങനെ ഒരു ധാരണയില്ല എന്ന് AK ശശീന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും വാദിക്കുമ്പോൾ തോമസ് കെ തോമസ് അത്തരമൊരു ധാരണയുണ്ട്, ദേശീയ നേതൃത്വം തനിക്ക് ഉറപ്പ് നൽകിയതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം സന്ദർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് കഴിഞ്ഞ ശേഷം തിരുവനന്തപുരത്തെത്തി തോമസ് കെ തോമസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് തനിക്കുള്ള ഈ പരാതി അറിയിച്ചു. എന്നാൽ NCP നേതൃത്വം അനുകൂലിക്കുകയാണെങ്കിൽ തോമസ് കെ തോമസിനെ കത്ത് നൽകുകയാണെങ്കിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ തങ്ങൾക്ക് CPIM-ന് ഒരു തടസ്സവുമില്ല എന്ന കാര്യം MV ഗോവിന്ദൻ മാസ്റ്ററും CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. അങ്ങനെയാണ് പാർട്ടിക്കകത്തൊരു പോരാട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ കടന്നത്. ഇതിനിടയ്ക്ക് PC ചാക്കോയും തോമസ് കെ തോമസും തമ്മിലുള്ള ഭിന്നത, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. പാർട്ടി കമ്മിറ്റികൾ തുടർച്ചയായി പങ്കെടുക്കാതിരുന്ന തോമസ് കെ തോമസ് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ഒരു മാസക്കാലമായി പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും എല്ലാ പ്രവർത്തനങ്ങളിലും തോമസ് കെ തോമസ് സജീവമായി പങ്കെടുക്കുന്നു. അങ്ങനെ PC ചാക്കോയ്ക്കും തോമസ് കെ തോമസിനോടുള്ള മഞ്ഞുരുക്കം ഏതാണ്ട് പൂർണ്ണമായി. അങ്ങനെയാണ് 2.5 വർഷക്കാലം മന്ത്രിസ്ഥാനം വീതം വെക്കാമെന്നുള്ള ധാരണ വീണ്ടും പൊടിതെട്ടിയെടുത്ത തീരുമാനത്തിലേക്ക് വരുന്നത്. എന്തായാലും ഇനി 1.5 വർഷക്കാലം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ശശീന്ദ്രനാകട്ടെ ഏതാണ്ട് 6.5 വർഷക്കാലത്തോളം ഈ മന്ത്രി പദവിയിൽ ഇരിക്കുകയാണ്. ഇടക്കാലത്ത് അദ്ദേഹം ഈ ഹണി ട്രാപ്പ് ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തിന് കുറച്ചു കാലം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അന്നേരം തോമസ് കെ തോമസ് തോമസ് കെ തോമസിന് ജ്യേഷ്ഠൻ തോമസ് ചാണ്ടി ആയിരുന്നു മന്ത്രിസ്ഥാനം. അദ്ദേഹം നിലനികത്തൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ ശശീന്ദ്രൻ ഈ മന്ത്രിസ്ഥാനത്തേക്ക് തിരികെ വരികയും ചെയ്തു. അപ്പോൾ 1-ാം പിണറായി സർക്കാരിലും 2-ാം പിണറായി സർക്കാരിലുമായി ഏതാണ്ട് 6.5 വർഷക്കാലമായി മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ശശീന്ദ്രൻ ഇനി മാറി നിൽക്കട്ടെ എന്നതാണ് നേതൃത്വത്തിൻ്റെ സമീപനം. അക്കാര്യത്തിൽ ഇനി ശശീന്ദ്രൻ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ, അദ്ദേഹത്തെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് നയിക്കാതിരിക്കാൻ എന്ത് ഓഫറുകൾ കൊടുക്കുമെന്ന കാര്യം ഈ 5-ാം തീയതി കൂടിക്കാഴ്ചയിൽ ശരത് പവാർ തന്നെ നൽകും. ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷ പദവി അദ്ദേഹത്തിന് നൽകാനാണ് സാധ്യത. തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ AK ശശീന്ദ്രൻ എത്രമാത്രം എതിർത്ത് നിന്നു കഴിഞ്ഞാലും ഇതിപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ കൂടി ഒരു അറിവോടുകൂടി നടത്തിയ നീക്കങ്ങളായിരിക്കില്ലേ PC ചാക്കോയുടേത്. കാരണം പെട്ടെന്നുള്ള തീരുമാനമല്ല, കുറേ കാലമായി ഇതിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അത് തോമസ് കെ തോമസ് പരസ്യമായി പലതവണ ഇങ്ങനെ ഒരു ഉപാധി വെച്ചിട്ടുണ്ട്. 2.5 വർഷം കഴിയുമ്പോൾ കിട്ടേണ്ടതാണെന്ന് ഈ 2.5 വർഷം തികഞ്ഞപ്പോൾ മുതൽ പറഞ്ഞു തുടങ്ങിയതല്ലേ ശ്രീജിത്ത്. പിന്നീട് അങ്ങോട്ട് PC ചാക്കോയുടെ പിന്തുണ ഒപ്പം ആക്കുക എന്നതുവരെയുള്ള കടമ്പ കടക്കാൻ എങ്ങനെയാണ് തോമസ് കെ തോമസിന് കഴിഞ്ഞത്? സുജിയ, തോമസ് കെ തോമസിൻ്റെ മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഘടകത്തിൻ്റെ തീരുമാനം അനുകൂലമായിരിക്കുന്നു. സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും നിർണായക യോഗത്തിലാണ് തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. അതാണ് ഇന്നലെ രാത്രി കൊച്ചിയിൽ PC ചാക്കോയുടെ സാന്നിധ്യത്തിൽ ചേർന്നത്. 10 ജില്ലാ പ്രസിഡന്റുമാരിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഒഴികെ 9 പേരും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശത്തോടെ യോജിച്ചു. PC ചാക്കോയുടെ ആ നിർദ്ദേശത്തോടെ യോജിച്ചു. അങ്ങനെയാണ് തോമസ് കെ തോമസിന് മുമ്പുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റിയത്. നേരത്തെ PC ചാക്കോയും തോമസ് കെ തോമസും തമ്മിൽ രൂക്ഷമായ ഭിന്നതകൾ ഉണ്ടായിരുന്നു.
വന്നു. ഈ ഭിന്നതയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണവും മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മന്ത്രിസ്ഥാനം വീതം വെപ്പിനെ ആദ്യം പി സി ചാക്കോയും അനുകൂലിച്ചില്ല. തൻ്റെ കാലത്തല്ല ഈ തീരുമാനം. ദേശീയ നേതൃത്വത്തിൽ നിന്ന് ആരും തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുമില്ല എന്ന കാര്യം പി സി ചാക്കോ ചൂണ്ടിക്കാണിച്ചു. ഇതേ തുടർന്ന് പാർട്ടിയിൽ നിന്ന് മാനസികമായി അകന്നു നിന്ന തോമസ് കെ തോമസിനെ പ്രകോപിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരിൽ നിന്ന് മാറ്റി പുതിയ നേതൃത്വത്തിന് കൊടുത്തു. അത്തരത്തിലുള്ള പല കാര്യങ്ങളിലും തോമസ് കെ തോമസ് വിയോജിപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുകയായിരുന്നു. പാർട്ടി കമ്മിറ്റികൾ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. എന്തായാലും ആലപ്പുഴയിൽ തന്നെ ഉണ്ടായ മറ്റു ചില NCP യിലുണ്ടായ പൊട്ടിത്തെറി, NCP-യിൽ പി സി ചാക്കോയ്ക്ക് ഒപ്പം നിന്ന റജി ചെറിയാൻ എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ്. അദ്ദേഹം അടുത്ത കാലത്ത് NCP വിടുമെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആലപ്പുഴയിലെ തന്നെ NCP രാഷ്ട്രീയത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കൂടിയാണ് തോമസ് കെ തോമസിനും പി സി ചാക്കോയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് ഒത്തുതീർപ്പാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും തോമസ് കെ തോമസിന് അവശേഷിക്കുന്ന കാലയളവിൽ മന്ത്രിസ്ഥാനം നൽകണമെന്ന തീരുമാനത്തിലേക്ക് ചാക്കോയും വന്നു. അതോടുകൂടി സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാട് പൂർണ്ണമായും തോമസ് കെ തോമസിന് അനുകൂലമായി. ഇനി ശശീന്ദ്രനെ എങ്ങനെ അനുനയിപ്പിക്കും, എങ്ങനെയാണ് സമവായത്തിലെത്തിക്കുക? ശശീന്ദ്രൻ ഇപ്പോൾ തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നതിൽ പ്രതിഷേധിച്ച് MLA സ്ഥാനം കൂടി രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടിക്കകത്ത്. അതുകൊണ്ട് അത് തുടരുക.